ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ടായിരിക്കും കൂടുതൽ പേര് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൽ ഫോൾഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കൊക്കെ എങ്ങനെയാണ് ബേസിക് ആയിട്ട് ഫോൾഡ് ചെയ്യാന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി കാണാം. കില്ലിംഗ് ആർട്ടിലെ ബേസിക് സ്റ്റെപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും കില്ലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്തു നോക്കുക. കില്ലിംഗ് ആർട്ടിലെ ഭൂരിപക്ഷം ഡിസൈൻ ഉണ്ടാക്കുന്നത് ബേസിക് സ്റ്റെപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്നത് മുഴുവനും ഫോൾഡ് ചെയ്യുന്നതും അതെങ്ങനെയാണ് പ്രസ് ചെയ്ത് ഡിസൈനിലോട്ടേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബെല്ലാണ്. ഫോൾഡിങ്ങിന് ശേഷം ചെയ്യേണ്ടത് ഏത് ഡിസൈനിലാണോ നമ്മൾ ക്യുല്ലിങ് ചെയ്യുന്നത് ആ ഡിസൈൻ പേപ്പറിലോട്ട് സ്കെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് അത് അലൈൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. നമ്മൾ ഫോൾഡ് ചെയ്ത ഡിസൈൻ ഒട്ടിക്കുന്നതിന് മുമ്പ് റഫായി വെച്ച് നോക്കി ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രം പശ യൂസ് ചെയ്ത് ഒട്ടിക്കാൻ പാടുള്ളൂ. ഫോൾഡ് ചെയ്ത് ഓരോ ഡിസൈനും ഒട്ടിക്കുമ്പോൾ കൈ വെച്ച് ഏത് ഷേപ്പിലാണോ ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് കൈ പ്രസ് ചെയ്ത് പിടിക്കണം. ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ ടൈം എടുത്ത് ക്ഷമയോടുകൂടെ ചെയ്താൽ നല്ല റിസൾട്ടിൽ തന്നെ അത് വരും. ഇപ്പം നമ്മൾ വർക്ക് ഫൈനൽ ലുക്കിലേക്ക് എത്താറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം.